തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അല്പം കൗതുകവും രസകരവുമായ ഫലം മലയൻകീഴ് വിളവൂർക്കൽ പഞ്ചായത്തിൻ്റേതാണ്. ആർക്കും ഭൂരിപക്ഷമില്ല. UDF-നും LDF-നും BJP-ക്കും 6 വീതം സീറ്റുകൾ. പഞ്ചായത്തിൽ വിജയിച്ച 2 സ്വതന്ത്രന്മാരാണ് ഇനി ഭരണം ആര് കൈയാളണമെന്ന് നിശ്ചയിക്കുക. കഴിഞ്ഞ തവണ 17 സീറ്റുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം 5 വീതം സീറ്റുകൾ നേടിയെങ്കിലും ഇത്തവണ 20 സീറ്റുകളിൽ മത്സരിച്ച 3 പാർട്ടികളും 6 വീതം സീറ്റുകളാണ് നേടിയത്. സ്വതന്ത്രന്മാർ 2 സീറ്റും. ചൂഴാറ്റുകോട്ട വാർഡിൽ നിന്ന് വിജയിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറായ ഗോപാലകൃഷ്ണനും പെരിങ്കാവ് വാർഡിൽ നിന്ന് മത്സരിച്ച സുധീർ കുമാറുമാണ് തുറുപ്പ് ചീട്ടുകളായി മാറാൻ പോകുന്നത്. ഇരുവർക്കും പാർട്ടി സീറ്റുകളുടെ ഓഫറുകൾ വന്നെങ്കിലും അതൊന്നും വേണ്ടെന്ന് വെച്ചാണ് കളത്തിലിറങ്ങി മത്സരിച്ചത്. ഇരുവരും ശംഖടയാളത്തിലാണ് വിജയിച്ചതെന്നതും സമാനതയുണ്ട്. മുമ്പ് ഇതേ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഗോപാലകൃഷ്ണൻ പ്രചരണത്തിനായി ഫ്ലക്സ്, പോസ്റ്റർ, അനൗൺസ്മെന്റ് എന്നിവ ഒഴിവാക്കി വെറും അഭ്യർത്ഥനയിലൂടെയാണ് വാർഡ് പിടിച്ചെടുത്തത്. നിലപാടെന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനമെടുക്കും. മത്സരിച്ച എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മത്സരങ്ങളൊക്കെ എടുത്തത്? മത്സരിച്ചത് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആളുകൾ എങ്ങനെ ഈ പാർട്ടിക്കാർ സീറ്റുമായിട്ട് എത്തിയോ? പാർട്ടിക്കാർ സീറ്റുമായി എത്തി. എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇനി മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു. അവസാനത്തെ പ്രാവശ്യം എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ആ ആഗ്രഹം എൻ്റെ നാട്ടുകാർ 2 കൈ നീട്ടി സ്വീകരിച്ചു. എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. CPM പെരിങ്കാവ് ലോക്കൽ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ സുധീർ കുമാർ പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വതന്ത്രനായി വിജയിക്കുന്നത്. 4 വർഷമായി ഞാൻ എല്ലാ സ്ഥാനങ്ങളും എഴുതി രാജിക്കത്ത് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാഹചര്യം ഇത് തന്നെയാണോ? പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാർ ഇപ്പോൾ സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അതിൽ നിൽക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വ്യക്തമായിട്ട് എന്നെ അന്ന് ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്നുള്ള താല്പര്യം ഇവിടെയുള്ള ജനങ്ങൾ തന്നെ എന്നോട് മുന്നോട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും വന്ന് സമീപിച്ചു, അവരെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ഞാൻ അതിന് നിന്നില്ല. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. പക്ഷേ അത് ജനങ്ങളെ ഏറ്റെടുത്തു. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വിജയമല്ല, അത് ജനങ്ങളുടെ വിജയമാണ്. SC ജനറൽ സംവരണമുള്ളതിനാൽ പ്രസിഡന്റിന്റെ അവകാശവാദം 2 പേർക്കും സാധ്യമല്ല. വിജയിച്ചവരിൽ കോൺഗ്രസിനും BJP-ക്കും മാത്രമാണ് SC അംഗങ്ങളുള്ളത്. പാർട്ടിക്കാരെല്ലാം ഇരുവരെയും സമീപിക്കുന്നുണ്ട്. ആരെ പിന്തുണച്ചാലും 2 പേരും ഒരുമിച്ചൊരു പാർട്ടിയെ പിന്തുണച്ചാലേ ഭരണം പിടിക്കാനാകൂ. അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെയാവും ഭരണം. കഴിഞ്ഞ തവണ BJP-യും UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയതിനെ തുടർന്ന് ടോസിലൂടെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം BJP-ക്കുമാണ് ലഭിച്ചത്.